കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പ്രളയക്കെടുതികൾ തുടരുകയാണ്. വരുമാനം നഷ്ടപ്പെട്ടവരുടെ എണ്ണവും ഇതോടൊപ്പം തന്നെ കൂടുന്ന സാഹചര്യം. പ്രത്യേകിച്ച് ഓണം കൂടിയൊക്കെ അടുക്കുകയാണ്. ലോട്ടറി വിൽപ്പനക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെയുണ്ട് ഇക്കൂട്ടത്തിൽ. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടമില്ല, ലോട്ടറി വാങ്ങാൻ ആളുമില്ല. ഞാനൊരാളെ പണിക്ക് പോകാനുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി നിർത്തി വീട്ടിൽ വന്നിരിക്കുന്നത്. ഇനി ഒരു ആഴ്ച ഫുൾ പണിക്ക് പോക്ക് നടക്കത്തില്ല. സാമ്പത്തികപരമായിട്ടാണ് ക്യാമ്പുകളിൽ കിടക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെതായ കാര്യം കിട്ടും. വീട്ടിൽ ഇരിക്കുന്ന പോലെ അതിലും പട്ടിണിയാണ്. ഇത് വരുമാനം നഷ്ടപ്പെട്ട കൂലിപ്പണിക്കാരുടെ അവസ്ഥയാണ്. എന്നാൽ വെള്ളപ്പൊക്കം മൂലം വരുമാനം നഷ്ടപ്പെട്ടവരിൽ സ്വയം തൊഴിലുകാരുമുണ്ട്. അതിൽ ആദ്യ വിഭാഗം ഓട്ടോറിക്ഷക്കാരാണ്. വഴികളെല്ലാം വെള്ളം കയറി മൂടിയതോടെ ഓട്ടോറിക്ഷകൾക്ക് ഓട്ടമില്ലാതായി. നമ്മുടെയൊക്കെ കാര്യങ്ങളെല്ലാം വെള്ളത്തിലായി. മൊത്തത്തിൽ വെള്ളത്തിലാണ്. ഓട്ടം കുറവാണ്, പൊതുവെ കുറവാണ്. ജനങ്ങൾ ടൗണിലോട്ട് വരാത്തതുകൊണ്ട് നമുക്ക് ഓട്ടമില്ല. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും വെള്ളത്തിലായതോടെ നിരത്തിൽ കാണുന്നത് അപൂർവം ഓട്ടോറിക്ഷകൾ മാത്രം. പലപ്പോഴും ഒരു ആശുപത്രി ഓട്ടം കിട്ടിയാലായി. ഓടുന്നില്ലായിരുന്നേ, ഞങ്ങളിപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയതാ. വലിയ പാടാ, വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടിലെ കാര്യങ്ങൾ ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. ഇപ്പോൾ ഇവരെ ആശുപത്രി കൊണ്ടുപോവുക, അതുകൊണ്ട് ഇറക്കിയതാ. വെള്ളപ്പൊക്കം ഇനിയും തുടർന്നാൽ ഓട്ടമില്ലാതെ കുടുംബം പട്ടിണിയാകുന്നത് മാത്രമല്ല ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നം. വാഹനം വാങ്ങാനെടുത്ത ലോണിൻ്റെ തിരിച്ചടവും പ്രതിസന്ധിയിലാകും. കൂലിപ്പണിക്കാരുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ഒക്കെ വരുമാനം നിലച്ചതോടെ ലോട്ടറി വിൽപ്പനക്കാരും പ്രതിസന്ധിയിലായി. ദിവസവും 200-ഉം 300-ഉം ഒക്കെ ലോട്ടറി വിറ്റിരുന്നവർ ഇപ്പോൾ വിൽക്കുന്നത് 100-ൽ താഴെ ടിക്കറ്റുകൾ മാത്രം. ടിക്കറ്റ് 100 ടിക്കറ്റ് എടുത്താൽ ഞങ്ങളിപ്പോൾ 60 ടിക്കറ്റൊക്കെ എടുക്കുന്നത്. തട്ടാലങ്ങനെ അധികം ടിക്കറ്റ് കച്ചവടമില്ല. പിന്നെ മഴയും കൂടെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വഴി വരെ വെള്ളമായിരുന്നു. കൂലിപ്പണിക്കാരാ നമുക്കൊരു സഹായമുള്ളൂ. അവർക്ക് ഈ മഴയും വെള്ളത്തിന് അവർ പണിക്ക് പോകാൻ പറ്റുമോ? പിന്നെ എങ്ങനെ ടിക്കറ്റ് തീരും? പിന്നെ ഇതും കൊണ്ടൊക്കെയാണ് കഴിയുന്നത്. എന്നാൽ എനിക്ക് സുഖമില്ലാത്തതാണ്, എന്നെ വണ്ടി ഇടിച്ച് എനിക്ക് കാല് സുഖമില്ലാത്തതാണ്. അത് കാരണം പിന്നെ ഇതും കൊണ്ട് അന്നന്ന് മരുന്നെല്ലാം മേടിക്കാമല്ലോ എന്നോർത്ത് വന്നിരിക്കുന്ന തണുപ്പൊക്കെ ആയിട്ടും. ഇപ്പോൾ മഴ തുടങ്ങിയ ശേഷം ഇപ്പോൾ കൂടുതലൊന്നും ടിക്കറ്റ് ചിലവൊന്നുമില്ല. ചിലവെന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കമല്ലേ. ഇപ്പോൾ പണിയുമില്ല, കച്ചവടവുമില്ല. നേരത്തെ ഞാനും എൻ്റെ മകനും കൂടി ഒരു 300-400 ടിക്കറ്റ് അങ്ങോട്ട് വിൽക്കുന്നതാണ്. ഇപ്പം പോയിട്ട് 60 തന്നെ എടുക്കുന്നുള്ളൂ. ഈ 60ൻ്റെ അകത്ത് 400 രൂപയേ ഉള്ളൂ. വെള്ളം കയറിയ വീടുകൾക്കും കടകൾക്കും സഹായം നൽകുന്നതുകൊണ്ടോ പ്രളയബാധിതരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയതുകൊണ്ടോ ദുരിതാശ്വാസമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേക സഹായം സർക്കാർ നൽകേണ്ടതുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം.